ഹായ് മിന്നു, ഇന്നലെ നീ എവിടായിരുന്നു? ഇന്നാളെ ഞാൻ കായൽക്കരയിൽ താമസിക്കുന്ന എന്റെ 2 ചങ്ങാതിമാരെ കുറിച്ച് പറഞ്ഞില്ലേ? അവരുടെ കൂടിനടുത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. അല്ല, ഇന്നലെ മിയക്ക് എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഞാൻ ടിവിയിൽ ഒരു പരിപാടി കണ്ടു. അതിലൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ശരിയാണോ എന്നറിയാൻ തുള്ളി കാണാൻ വന്നതാ. എന്ത് കാര്യാ പറഞ്ഞത്? തുള്ളി വരട്ടെ, എന്നിട്ട് പറയാം. മിന്നു, മിയ. ഹായ് തുള്ളി. ഞങ്ങളും തുള്ളിയെ നോക്കിയിരിക്കായിരുന്നു, ഒരു സംശയം തീർക്കാൻ വേണ്ടി. എന്ത് സംശയ? ഈ ചൈനക്കാർ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നത് ഒരു പാത്രം എടുത്ത് നിലത്തിട്ട് അപ്പോഴുണ്ടാക്കുന്ന ശബ്ദം കേട്ടാണെന്ന് ടിവിയിൽ പറഞ്ഞത് കേട്ടു ഞാൻ. അത് ശരിയാണോ? അയ്യോ, അതൊക്കെ ടിവിയിൽ വെറുതെ തമാശയായിട്ട് പറയുന്നല്ലേ. അങ്ങനെയൊന്നുമല്ല. നമ്മളെ പോലെ തന്നെ ചൈനക്കാരും പേരിടുന്നത്. എനിക്കും തോന്നി. സത്യം. അതവിടെ നിൽക്കട്ടെ. ചൈനയെ കുറിച്ച് വേറെന്തൊക്കെയാ അമ്മയ്ക്ക് അറിയാ? വേറെ വലിയ രാജ്യമാണെന്നറിയാം, പിന്നൊന്നും അറിയില്ല. ലോകത്തെ ഏറ്റവും വലിയ മതിൽ ചൈനയിലാണെന്നറിയാമോ? ഏറ്റവും വലിയ മതിലോ? എനിക്കതൊന്നും അറിഞ്ഞൂടാ. എന്നാൽ അറിഞ്ഞോളൂ, ചൈനയിലെ വൻമതിൽ എന്നാണ് ആ മതിലിന്റെ പേര്. ലോകത്തെ ഏറ്റവും വലിയ മതിലാണത്. ഇന്നും ഒരു ലോക അത്ഭുതമാണ് ചൈനയിലെ വൻമതിൽ. ആ മതിലിന് എത്ര നീളം കാണും? 6700 കിലോമീറ്റർ. അയ്യോ, അപ്പൊ ഒരു വശത്ത് നിന്ന് നോക്കിയാ അപ്പുറം കാണാനൊന്നും പറ്റില്ലല്ലോ. ഇല്ലില്ല, അത്രയ്ക്ക് വലുതാ ചൈനയിലെ വൻമതിൽ. നമ്മുടെ സംസ്ഥാനമല്ലേ കേരളം. നീണ്ടു കിടക്കുന്ന കേരളത്തിന്റെ നീളത്തേക്കാൾ കൂടുതലുണ്ടാകും ചൈനയിലെ വൻമതിലിന്റെ നീളം. അയ്യോ, അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കിയത്? അതിന് പിന്നിലൊരു കഥ തന്നെയുണ്ട്. അതൊക്കെ തുള്ളിപ്പാടം കഴിഞ്ഞിട്ട് പറയാട്ടോ. ശരി, ഇനി തുള്ളിപ്പാടം. ഹായ് ചങ്ങാതിമാരെ. ഹായ്. അതെ, ഞാൻ അക്ഷരം പറയുമ്പോ ചങ്ങാതിമാർക്ക് വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ രണ്ടുപേരും റെഡിയല്ലേ? അതെ, ഞാൻ റെഡി. ഞാനും റെഡി. ഇന്ന പിടിച്ചോ. കാ വെച്ച് കവിത. കവിത, അത് കൊള്ളാം. തുള്ളി, വേറൊരു വാക്ക് പറയൂ. കാരുണ്യം. ശരി, കാ കഴിഞ്ഞാൽ ഇനി ഖ. ഖ വെച്ചൊരു വാക്ക് ആരാദ്യം പറയാ? ഖ വെച്ച് ഖനി. ശരി, ഖനി. ഇനിയുണ്ട് ഖരം. ഇനി അടുത്ത അക്ഷരം ഗ. ഗാ വെച്ചൊരു വാക്ക് ഞാൻ പറയട്ടെ. ഗാനം. ഗാനം. ഇനി മിയ പറയൂ. ഗണ്ണൻ സ്റ്റൈൽ അല്ലേ? അല്ല, വേണ്ട, ചെറിയൊരു വാക്ക് പറയാം. ഗണിതം. അത് മതി, ഗണിതം. ഇനിയും കാ കുടുംബത്തിൽ 2 അക്ഷരം കൂടിയുണ്ട്. അത് വെച്ചുള്ള വാക്കുകൾ നാളെ കാണാം. തുള്ളി, ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പഠിക്കുക? ആദ്യം അക്ഷരങ്ങളൊക്കെ പഠിക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ശരി, ഇനി ചൈനയിലെ വൻമതിലിനെ കുറിച്ച് കേട്ടോളൂ. പണ്ട് ചൈനയിൽ സ്ഥിരമായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാവുമായിരുന്നു. പുറത്തു നിന്നുള്ള വേട്ടക്കാരും പട്ടാളക്കാരും ഒക്കെ ചൈനയിലെ ആളുകളെ സ്ഥിരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ആ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈനക്കാർ ഒരു മതിൽ പണിയാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ചൈനയിലെ വൻമതിലിന്റെ തുടക്കം. മതിലുണ്ടാക്കിയാലും ആക്രമിക്കാൻ വരുന്നവർക്ക് മതിൽ ചാടി വന്നൂടെ? നമ്മുടെ നാട്ടിലൊക്കെ പോലെ ആണെങ്കിൽ ചാടി വരാം. അതുകൊണ്ടല്ലേ അവർ വൻമതിൽ പണിതത്. അത് അങ്ങനെ എളുപ്പത്തിലൊന്നും ചാടി വരാൻ പറ്റില്ല. തുള്ളി, എന്നാ ചൈനയിലെ വൻമതിൽ പണിഞ്ഞത്? അതങ്ങനെ എളുപ്പത്തിൽ പണിഞ്ഞ മതിലൊന്നും അല്ല. കുറേ ചക്രവർത്തിമാർ പല നൂറ്റാണ്ടുകളായിട്ടാണ് ചൈനയിലെ വൻമതിലിന്റെ പണി തീർത്തത്. പലരും പല ഭാഗങ്ങളായി പണിയായിരുന്നു. അയ്യോ തുള്ളി, തുള്ളിക്കൂട്ടുകാരെ കാണാൻ സമയമായി. ശരിയാ, എന്നാലും നമുക്ക് തുള്ളിക്കൂട്ടുകാരെ കാണാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ആൻ ബെൻസൺ. എൻ്റെ സ്കൂളിലെ പേര് കല്യാൺ സ്കൂൾ. ഞാൻ ഇവിടെ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ എടറിയേ എഴുത്തറിയേ എഴുത്തുവകനാനറിയേ.
ചൈനയിലെ വൻമതിൽ എത്ര ചങ്ങാതിമാർ കണ്ടിട്ടുണ്ടാവും? അത് വളരെ കുറവായിരിക്കും. ഈ വൻമതിൽ എന്നാ പണി തുടങ്ങിയത്? ക്രിസ്തുവിനും 700 വർഷങ്ങൾക്ക് മുൻപാണ് ചൈനയിലെ വൻമതിലിന്റെ പണി തുടങ്ങിയത്. പിന്നെ കുറെ നൂറ്റാണ്ടുകളോളം പണിയോട് പണിയായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ക്വിൻ ഷിക് ഹുവാൻടി എന്ന ചക്രവർത്തിയുടെ കാലത്ത് ചൈനയിലെ വൻമതിൽ പല വഴികളായി തിരിച്ചുവിട്ടു. അങ്ങനെ വീണ്ടും മതിലിന്റെ നീളം കൂടി. ഒടുവിൽ 2000 വർഷം കൊണ്ടാണ് 6700 കിലോമീറ്റർ നീളമുള്ള മതിലിന്റെ പണി തീർന്നത്. അപ്പൊ പണി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആരും പണി തീർന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കാലം കൊണ്ടാ വൻമതിൽ പണിതെന്ന്. ശരിയാ, അവരെയൊക്കെ സമ്മതിക്കണം. ശരി, എന്നാലും നമുക്ക് തുള്ളി വാർത്ത കാണാം. വെള്ളച്ചാട്ടം കാണാൻ ഇഷ്ടമല്ലാത്തതായി ആരെങ്കിലും ഉണ്ടായിരിക്കുവോ? മുകളിൽ നിന്നും താഴേക്ക് കുത്തനെ കുതിച്ചു വീഴുന്ന വെള്ളച്ചാട്ടം കണ്ടിരിക്കാൻ എന്ത് രസമാണല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് വെള്ളത്തിന് പകരം ഐസ് കുതിച്ചു ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ തുള്ളി വാർത്ത ചങ്ങാതിമാർക്ക് കാണിച്ചു തരുന്നത്. ഈ വെള്ളച്ചാട്ടം അല്ല, ഐസ് ചാട്ടം ചൈനയിലാണ്. ചൈനയിലെ ജിലിൻ സിറ്റി എന്ന സ്ഥലത്ത് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്കായിട്ടാണ് ഈ ഐസ് ചാട്ടം ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ താഴെ ഉണ്ടായെന്നല്ലേ? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണിത്. ചൈനയിൽ മഞ്ഞുകാലത്തെ തണുപ്പ് നമ്മുടെ നാട്ടിനേക്കാൾ 10 ഇരട്ടിയാണ്. ആ സമയത്ത് പൈപ്പിലൂടെ വരുന്ന വെള്ളം ഐസാകുന്നതൊക്കെ ചൈനയിലെ സാധാരണ സംഭവമാണ്. ഇത് പേടിച്ച് ജിലിൻ സിറ്റിയിലെ വെൻസ്യു എന്നയാൾ തന്റെ 7ാം നിലയിലെ പൈപ്പിലെ വെള്ളം മഞ്ഞുകാലത്ത് തുറന്നുവിട്ടു. വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് കുത്തനെ കുതിച്ചു എന്ന് മാത്രമല്ല, അതൊക്കെ ഐസായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഐസ് ചാട്ടം രൂപപ്പെട്ടത്. ഈ പുതിയ കാഴ്ച കാണാൻ ഫ്ലാറ്റിന് മുകളിൽ കാഴ്ചക്കാർ തടിച്ചു കൂടിയതോടെ ഫ്ലാറ്റിന്റെ വിലയും കൂടി. അങ്ങനെ നല്ലൊരു തുകയ്ക്ക് വെൻസ്യു ഫ്ലാറ്റ് കച്ചവടമാക്കുകയും ചെയ്തു. എല്ലാം ഐസ് ചാട്ടത്തിന്റെ മായാജാലങ്ങൾ തന്നെ. ഇന്നത്തെ തുള്ളി വാർത്ത ഇവിടെ അവസാനിച്ചു. നമസ്കാരം. തുള്ളി ഞാൻ ഈ തുള്ളി വാർത്തയൊക്കെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവർ പറയാ അങ്ങനെ ഒന്നും ഇല്ലാന്ന്. അയ്യോ, അത് വെറുതെയാണേ. ഇതൊക്കെ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. തുള്ളി, ചൈനയിലെ വൻമതിലിലേക്ക് നമുക്കൊന്ന് പറന്നു പോയാലോ? അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും ചൈനയിലേക്ക് പറന്നെത്താൻ പറ്റില്ല. അതിന് കുറേ ദിവസങ്ങൾ വേണം. പക്ഷെ സാരമില്ല, നമുക്കിപ്പോ ചൈനയിലെ വൻമതിലൊന്ന് കണ്ടാ പോരെ? കാണാം. ഹായ്, അത് മതി. ചൈനയിലെ വൻമതിൽ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് തുള്ളിവര കാഴ്ചകൾ കാണാം. ഹേയ് ചങ്ങാതിമാരെ, 2ാം മല കയറി പോകണ്ടേ, 2ലെയും പറിച്ചോണ്ട് പോരണ്ടേ? എന്താ തുള്ളി പാടുന്നെന്ന് ഓർക്കാണോ? ഇന്ന് 2 എന്ന അക്കം കൊണ്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. വരച്ചു നോക്കാം. 2 എങ്ങനെ എഴുതാ? ദാ ഇങ്ങനെ. ഇനിതാ താഴെ വസ്തു കൂടി ഇങ്ങനെ ഒരു വളഞ്ഞ വര വരയ്ക്കാം. എന്നിട്ടോ 2 എഴുതി പൂർത്തിയാക്കിയില്ലേ? അവിടെ ഇതാ ഒരല്പം മുകളിലേക്ക് വരച്ച് പിന്നെ ഇങ്ങനെ അല പോലെ. തീർന്നില്ല,
തൊട്ടരികിൽ ഒന്നുകൂടി ഇച്ചിരി വലുതായി. ദാ മൂന്നാമത്തേത് നന്നായി വരച്ച് വളച്ച് താഴേക്ക് കൊണ്ടുവന്നുള്ളൂ കേട്ടോ. നാലാമത് വീണ്ടും വരയ്ക്കണം. 5, 6 തവണ വരയ്ക്കണം. എന്നിട്ടോ ഇനി ഒരു കൊക്കും കണ്ണും വരച്ചാൽ ഇതൊരു ഭംഗിയുള്ള അരയന്നമായില്ലേ? ഇനിയോ അരയന്നം എവിടെയാ ഉള്ളത്? വെള്ളത്തിലല്ലേ? വെള്ളത്തിന്റെ അലകൾ കൂടി വരച്ചു കൊടുക്കുക. എന്നിട്ട് നിറവും കൊടുത്താലോ? ആഹാ, എന്ത് ഭംഗിയായി! തുള്ളിവരയിൽ നമുക്കൊരു ദിവസം ചൈനയിലെ വൻ മതിൽ വരച്ചാലോ? അയ്യോ, അതിന് ഒത്തിരി ദൂരം വേണ്ടേ? വേണ്ടല്ലോ. ചിത്രത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെറുതാക്കാനും ചെറിയ കാര്യങ്ങൾ വലുതാക്കാനും പറ്റുമല്ലോ. ഏതായാലും മിയ പറഞ്ഞതുപോലെ നമുക്കൊരു ദിവസം നോക്കാം. ഹായ്, അത് മതി. എന്നാ നമുക്ക് തുള്ളിക്കടങ്കഥ കാണാം. ശരി, ഇനി അപ്പോൾ തുള്ളിക്കടങ്കഥ. ഹലോ, മനസ്സിലായോ റിയ ഇത് ആരാണെന്ന്? റിയ, പൊന്നു ചങ്ങാതി, ഇത് തുള്ളിയാണ്. അറിഞ്ഞിട്ടും മിണ്ടാണ്ടിരിക്കണല്ലേ? അറിഞ്ഞിട്ടും മനസ്സിലാകാത്ത പോലെ ഇരിക്കണല്ലേ? എന്താ പറയണ്ടേ അറിയില്ല. സന്തോഷം ഉണ്ടല്ലേ? അവിടെ ആരാ പുറകിലിടുന്ന ഒച്ചയിടുന്ന? ഉമ്മയാ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ശരി, റിയ ഭയങ്കര ഗൗരവക്കാരിയാണേ. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം: ഇരുന്നാൽ സഞ്ചി, നിറഞ്ഞാൽ പന്ത്, കവിഞ്ഞാൽ പടക്കം. ബലൂൺ. ശരി ഉത്തരം, പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്ത് ചോദിക്കട്ടെ? ഇല, കാരക, കോരക, ചുവന്ന ചിന്നക്കായ്, കച്ചക, വിച്ചക. കച്ചക, വിച്ചക. അതാരാ ഉത്തരം പറഞ്ഞിരുന്ന ആളോടാണോ ചോദിക്കുന്നത്? കൈപ്പയാന്ന്. പോരട്ടെ, അതന്നെ. കൈപ്പാടോ? കൈപ്പയ്ക്ക. ശരി, അത്രയും പറഞ്ഞോണ്ട് മാർക്ക് തരാട്ടോ, സ്റ്റാർ തരാം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലേ നല്ല അടി തരേ. ഇലയില്ല, പൂവില്ല, കായില്ല, കരിവള്ളി. ഇലയില്ല, പൂവില്ല, കായില്ല, കരിവള്ളി. കരിവള്ളിയോ? ഇലയില്ല, പൂവില്ല, കായില്ല, കരിവള്ളി. കറുത്ത വള്ളി പോലിരിക്കണ സാധനമാണ്. എന്താണ്? അല്ലല്ലോ, മേഘം വള്ളി പോലെ ഇരിക്ക. പപ്പടം കറുത്ത വള്ളി പോലെ ആണോ? ക്ലൂ ഉണ്ട്. കറുത്ത കരിവള്ളി എന്താ? കായ്ക്കും പൂക്കൊന്നും ഇല്ലാത്ത കരിവള്ളി എന്താ? തലയിൽ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിട്ടൊന്ന് ആലോചിക്കൂ, എന്താന്ന്. വേഗം ഉത്തരം കിട്ടട്ടെ. ഡിം ഡിം ഡിം. തലമുടി. ശരി ഉത്തരം. അപ്പൊ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ. 3 സ്റ്റാർ കിട്ടിയല്ലോ. മിടുക്കിട്ടോ റിയ. തുള്ളി ഇനി വിളിക്കുമ്പോ നല്ല മിടുക്കിയായിട്ട് സംസാരിക്കണം കേട്ടോ. ഇങ്ങനെ ഗൗരവക്കാരിയായിരിക്കരുത് കേട്ടോ. തുള്ളി ഇപ്പൊ പോവാ. ബൈ. ഇനി നമുക്ക് തുള്ളി ഇൻബോക്സ് കാണാം. ഇന്നാദ്യം ഒരു കത്ത് വായിക്കാം. ഹായ് തുള്ളി, എൻ്റെ പേര് ഷഫ്ത ഷിരിൻ KK. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുള്ളി ആദ്യമായിട്ടാണ് കാണുന്നതെന്നും തുള്ളി കടങ്കഥയിൽ പങ്കെടുക്കണമെന്നും ഒക്കെ ഷഫ്ന ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. നല്ല കത്തല്ലേ? ഇതിന്റെ കൂടെ ഒരു ചിത്രവുമുണ്ട്. തുള്ളിനെയാണ് വരച്ചിരിക്കുന്നത്. ഇനി വേറൊരു ചിത്രം കാണാം. കോഴിക്കോട് നിന്ന് നിഹില P വരച്ചൊരു ചിത്രമാണിത്. നല്ല ഭംഗിയുള്ള ചിത്രം അല്ലേ? പുഴ, പാടം, മരങ്ങൾ, തെങ്ങ്, എന്തു ഭംഗിയായി ചിത്രം കാണാൻ. കൊല്ലത്ത് നിന്ന് അബു സൂഫിയാൻ വരച്ചൊരു ചിത്രം കാണാം. നല്ല ചിത്രം അല്ലേ അബു സൂഫിയാൻ? ഇനിയും ചിത്രങ്ങൾ തുള്ളിയിലേക്ക് വരച്ചയച്ചു തരണേ. വൻമതിലിനെ കുറിച്ച് ഇപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? വൻമതിലിന്റെ നീളം എത്രയാ? 6700 കിലോമീറ്റർ. വൻമതിൽ ഏതാണ്ട് എത്ര കാലം കൊണ്ടാ പഴനി മുഴുവനാക്കിയതെന്നറിയോ? 2000 വർഷം കൊണ്ടല്ലേ? നന്നായി. എന്നാലും നമുക്ക് ചങ്ങാതിമാരോട് വിട പറയാമല്ലേ? ശരി ചങ്ങാതിമാരെ, ടാറ്റാ.